ഈ വീഡിയോയിലെ കഥയും കഥാപാത്രങ്ങളും പൂർണ്ണമായും സാങ്കല്പികം മാത്രമാണ്. ഇതിലെ സംഭവങ്ങൾക്കോ വ്യക്തികൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായും എന്തെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുവെങ്കിൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ ഏതെങ്കിലും വിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനോ ഈ കഥയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കനത്ത നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ആ മുറിയിൽ ആദർശ് തല താഴ്ത്തി നിന്നു. സോഫയിൽ ഗമയോടെ ഇരിക്കുന്ന വിശ്വനാഥന്റെ കണ്ണുകളിൽ ഒരു വേട്ടക്കാരന്റെ തിളക്കമുണ്ടായിരുന്നു. ആദർശ്, നിന്റെ അച്ഛൻ ബാങ്കിൽ വെച്ചിരിക്കുന്ന വീടിന്റെ ലേലം നാളെയാണ്. നിന്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങും. പക്ഷേ ഈ പേപ്പറിൽ നീ ഒന്ന് ഒപ്പിട്ടാ നിന്റെ സകല പ്രശ്നങ്ങളും ഇന്ന് അവസാനിക്കും. വിശ്വനാഥൻ നീട്ടിയ കരാറിൽ ആദർശിന്റെ കണ്ണുകൾ ഉടക്കി. അവിടെ ഒരൊറ്റ നിബന്ധന മാത്രം: വിശ്വനാഥന്റെ മകൾ മാളവികയുടെ ഭർത്താവായി ജീവിക്കുക. മുറിയുടെ മൂലയിൽ തറയിലിരുന്ന് ഒരു പാവയെ ചേർത്ത് പിടിച്ച് ആരോടൊക്കെയോ പിറുപിറുക്കുന്ന മാളവികയെ ആദർശ് നോക്കി. അവളുടെ കണ്ണുകളിൽ ശൂന്യതയായിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തുകയാണോ അതോ ഒരു ജീവനെ രക്ഷിക്കുകയാണോ താൻ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലായില്ല. എനിക്ക് സമ്മതമാണ്. ആദർശിന്റെ ശബ്ദം ഇടറി. അതൊരു പുതിയ നരകത്തിലേക്കോ അതോ സ്വർഗത്തിലേക്കോ ഉള്ള വാതിലായിരുന്നുവെന്ന് അവൻ ഇപ്പോൾ അറിഞ്ഞിരുന്നില്ല. വിശ്വനാഥന്റെ ആഡംബര മുറിയിലെ എയർ കണ്ടീഷണർ വല്ലാതെ തണുപ്പിക്കുന്നുണ്ടെന്ന് ആദർശിന് തോന്നി. അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ ഭയം തണുപ്പായി പുറത്തേക്ക് വരികയാവാം. മേശപ്പുറത്തിരിക്കുന്ന ആ വെള്ളക്കടലാസ് വെറുമൊരു ഉടമ്പടിയല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ആധാരമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്താ ആദർശ്, ഒരുപാട് ആലോചിക്കുന്നുണ്ടോ? വിശ്വനാഥൻ തൻ്റെ വില കൂടിയ സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് ചോദിച്ചു. നിന്റെ അച്ഛൻ ബാങ്കിൽ നിന്നെടുത്ത 30 ലക്ഷം രൂപ പലിശ സഹിതം 50 കടന്നു. നാളെ രാവിലെ നിന്റെ വീടിന് മുന്നിൽ ജപ്തി നോട്ടീസ് പതിയും. നിന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ച വീട്ടുകാർ ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാലോ. ആദർശ് മറുപടി പറഞ്ഞില്ല. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരിക്കൽ കൂടി മുറിയുടെ മൂലയിലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന മാളവികയ്ക്ക് ചുറ്റും നടക്കുന്നതൊന്നും ബാധകമല്ലായിരുന്നു. അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന കീറിപ്പറഞ്ഞ പാവയോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ഇടയ്ക്കവൾ പേടിയോടെ ആദർശിനെ നോക്കി. പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. സമ്മതമാണ് സാർ. ആദർശ് വിറയ്ക്കുന്ന കൈകളോടെ പേന കയ്യിലെടുത്തു. കരാറിൽ ഒപ്പിടുമ്പോൾ അവൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. വിശ്വനാഥൻ ആ കടലാസ് പിടിച്ചു വാങ്ങി. ഒരു ക്രൂരമായ ചിരിയോടെ തൻ്റെ സോഫയിലേക്ക് വെച്ചു. വെരി ഗുഡ്. നാളെ തന്നെ നിന്റെ ബാങ്ക് ലോൺ ക്ലോസ് ആകും. പക്ഷേ ഒരു കാര്യമുണ്ട് ആദർശ്, ഈ വിവാഹം നമ്മൾ തമ്മിലുള്ള കരാറാണെന്ന് ആരും അറിയരുത്. എൻ്റെ മകൾക്ക് മാനസിക നില തെറ്റിയതാണെന്ന് പുറം ലോകം അറിയരുത്. നാട്ടുകാരുടെ മുന്നിൽ നീ എൻ്റെ മകളുടെ സ്നേഹനിധിയായ ഭർത്താവ്, വീടിനുള്ളിൽ നീ അവളുടെ വേലക്കാരൻ. ആദർശ് തലയാട്ടി. അവൻ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ താൻ സ്വയം വിറ്റുകഴിഞ്ഞു എന്ന സത്യം മനസ്സിൽ തറച്ചു കയറി. വീട്ടിലെത്തിയ ആദർശ് കണ്ടത് സന്തോഷത്തോടെ ഇരിക്കുന്ന തൻ്റെ അമ്മയെയും അനിയത്തെയുമാണ്. തൻ്റെ കയ്യിലുള്ള ചെറിയ ശമ്പളം കൊണ്ട് വീട് പുലർത്താൻ കഷ്ടപ്പെടുന്ന മകൻ എവിടെ നിന്നോ പണം സംഘടിപ്പിച്ചുവെന്ന് കേട്ടപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദർശേ, ഇത്രയും വലിയ തുക നിനക്ക് എവിടെ നിന്ന് കിട്ടുമോനെ? അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. അത് എനിക്ക് വിശ്വനാഥൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഒരു വലിയ പോസ്റ്റ് കിട്ടിയമ്മേ. അവർ എനിക്ക് അഡ്വാൻസ് തന്നതാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എനിക്ക് അവരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കേണ്ടി വരും. ഇടയ്ക്കേ വീട്ടിൽ വരാൻ പറ്റൂ. ആദർശ് ആദ്യമായി തൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞു. ആ കള്ളം പറയുമ്പോൾ അവൻ്റെ തൊണ്ട ഇടറി. സാരമില്ല മോനെ, നീ നല്ല നിലയിൽ എത്തിയല്ലോ, അത് മതി ഈ അമ്മയ്ക്ക്. അമ്മ അവൻ്റെ തലയിൽ തലോടി. അന്ന് രാത്രി ആദർശ് ഉറങ്ങിയില്ല. താൻ പോകുന്നത് ഒരു കൊട്ടാരത്തിലേക്കല്ല, തടവറയിലേക്കാണെന്ന് അവൻ ഓർത്തു. മാളവികയുടെ ആ ശൂന്യമായ കണ്ണുകൾ അവൻ്റെ സ്വപ്നങ്ങളിൽ വന്ന് അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ വിശ്വനാഥൻ്റെ ഡ്രൈവർ ആദർശിനെ കൂട്ടിക്കൊണ്ടു പോകാനെത്തി. ചെറിയൊരു ബാഗിൽ തൻ്റെ വസ്ത്രങ്ങളുമായി അവൻ ആ വലിയ കാറിൽ കയറി. നഗരത്തിന് പുറത്തുള്ള വിശ്വവിലാസം എന്ന ആ വലിയ ബംഗ്ലാവിന് മുന്നിൽ കാർ നിന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദർശിന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി. വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വിശ്വനാഥൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വാ ആദർശ്, നിന്റെ മുറി മുകളിലത്തെ നിലയിലാണ്, മാളവികയുടെ മുറിക്ക് തൊട്ടടുത്ത്. നീ ഇനി മുതൽ അവളുടെ ലോകത്താണ് ജീവിക്കേണ്ടത്. ഒന്നും ഓർക്കണം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കും. ആദർശ് മുകളിലേക്ക് കയറി. മാളവികയുടെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്തു നിന്ന് ഒരു കരച്ചിൽ കേട്ട് അവൻ ഞെട്ടിപ്പോയി. അവൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. മുറിയിലാകെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. മാളവിക തൻ്റെ പാവയെ തറയിലിട്ട് ചവിട്ടുകയാണ്. അവൾ നിലവിളിക്കുന്നുണ്ട്. അവളുടെ കൈകളിൽ നിന്ന് രക്തം വരുന്നത് കണ്ട ആദർശ് പരിഭ്രമിച്ചു. മാളവിക, നിർത്തൂ. അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു.
പക്ഷേ അവൾ അവനെ കണ്ടതും ഒരു വന്യമൃഗത്തെ പോലെ അലറി വിളിച്ചുകൊണ്ട് അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. മാളവികയുടെ ബഹളം കേട്ട് ഓടിയെത്തിയ സെക്യൂരിറ്റിക്കാർ അവളെ പിടിച്ചുമാറ്റി. അവളുടെ കൈകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ട് ആദർശിന്റെ നെഞ്ചു പിടഞ്ഞു. പക്ഷേ വിശ്വനാഥൻ അവിടെ എത്തിയിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസമില്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ പതിവാണ് ആദർശ്, അവളെ അവളുടെ മുറിയിൽ പൂട്ടിയിട്ടേക്കൂ, വിശ്വനാഥൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ സാർ, അവളുടെ കയ്യിൽ മുറിവുണ്ട്. ആദർശ് തടയാൻ ശ്രമിച്ചു. അതൊക്കെ ഡോക്ടർ വന്ന് നോക്കോളും, നീ നിന്റെ ജോലി ചെയ്താൽ മതി. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ആദർശ് പതുക്കെ മാളവികയുടെ മുറിക്ക് മുന്നിലെത്തി. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ചെറിയൊരു വിടവിലൂടെ അവൻ അകത്തേക്ക് നോക്കി. നിലത്ത് ചിതറിക്കിടക്കുന്ന സാധനങ്ങൾക്കിടയിൽ അവൾ ആ പഴയ പാവയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. പെട്ടെന്ന് ആ പാവയുടെ കീറിപ്പറഞ്ഞ വസ്ത്രത്തിനിടയിൽ നിന്ന് തിളങ്ങുന്ന എന്തോ ഒന്ന് ആദർശിന്റെ കണ്ണിൽപ്പെട്ടു. അതൊരു ചെറിയ ഫോട്ടോയുടെ കഷ്ണമായിരുന്നു. അവൻ പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മാളവിക ഭീതിയോടെ പിന്നോട്ട് മാറി. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കില്ല, അവൻ ശാന്തമായി പറഞ്ഞു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫോട്ടോ കഷ്ണം അവൻ പതുക്കെ എടുത്തു. അതിൽ മാളവികയോടൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഒരു യുവാവുണ്ടായിരുന്നു. പക്ഷേ ആ യുവാവിൻ്റെ മുഖം ആരോ മനഃപൂർവ്വം മഷി പുരട്ടി മായ്ച്ചു കളഞ്ഞിരുന്നു. ഫോട്ടോയുടെ പിന്നിൽ രക്തം കൊണ്ട് എ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് ആദർശ് ഞെട്ടിപ്പോയി. അടുത്ത ദിവസം രാവിലെ വിശ്വനാഥൻ ബിസിനസ് ആവശ്യത്തിനായി പുറത്തുപോയി. ആദർശ് ആ വീട് മുഴുവൻ പരിശോധിക്കാൻ തീരുമാനിച്ചു. മാളവികയുടെ മുറിയിലെ പഴയ അലമാരയുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഒരു ഡയറി അവന് ലഭിച്ചു. അതൊരു സാധാരണ ഡയറി ആയിരുന്നില്ല. മാളവികയുടെ കോളേജ് കാലത്തെ ഓർമ്മകളായിരുന്നു അതിൽ. അവളൊരു മിടുക്കിയായ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് ആ വരികളിൽ നിന്ന് വ്യക്തമാണ്. ഡയറിയുടെ അവസാന പേജുകളിൽ അവൾ ഭയത്തോടെ എഴുതിയ ചില വരികൾ ആദർശിനെ അസ്വസ്ഥനാക്കി. അച്ഛൻ പറയുന്നത് അയാൾ നല്ലവനാണെന്നാണ്, പക്ഷേ അയാളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് മരണമാണ്. ആനന്ദിനെ അവർ എന്ത് ചെയ്തു എന്ന് എനിക്ക് പേടിയാകുന്നു. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ആനന്ദായിരിക്കുമോ? ആദർശ് ചിന്തിച്ചു. വിശ്വനാഥൻ തൻ്റെ മകളെ ഒരു കച്ചവട വസ്തുവായിട്ടാണോ കാണുന്നത്? ആദർശ് ഡയറി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറിയിലേക്ക് വിശ്വനാഥന്റെ സഹോദരി മകൻ സഞ്ജയ് കയറി വന്നത്. ആഡംബരപ്രിയനും അഹങ്കാരിയുമായ സഞ്ജയ് ആദർശിനെ പുച്ഛത്തോടെ നോക്കി. ഓ, അപ്പോ അമ്മാവൻ പുതിയൊരു കളിപ്പാട്ടത്തെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടല്ലേ? സഞ്ജയ് പരിഹാസത്തോടെ ചിരിച്ചു. സൂക്ഷിച്ചോ ആദർശ്, ഇതിനു മുമ്പ് വന്നവരൊന്നും അധികകാലം ഇവിടെ നിന്നിട്ടില്ല. ഒന്നുകിൽ അവർ ഓടിപ്പോവും, അല്ലെങ്കിൽ സഞ്ജയ് തൻ്റെ കഴുത്തിന് കുറുകെ കൈവച്ച് ഒരു ആംഗ്യം കാണിച്ചു. ആദർശിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിന്നർ പാഞ്ഞുപോയി. മാളവികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? ആദർശ് ധൈര്യം സംഭരിച്ച് ചോദിച്ചു. സഞ്ജയ് ആദർശിൻ്റെ അടുത്തേക്ക് വന്ന് കാതിൽ മന്ത്രിച്ചു. അവൾ കണ്ടുകൂടാത്തത് കണ്ടു. അത് മറയ്ക്കാൻ അവൾക്ക് ഭ്രാന്ത് അഭിനയിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അത് അഭിനയമല്ല, സത്യമാണ്. സഞ്ജയ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ആദർശ് ആകെ ആശയക്കുഴപ്പത്തിലായി. മാളവിക ഭ്രാന്ത് അഭിനയിക്കുകയായിരുന്നോ, അതോ അവളെ ആരെങ്കിലും ഈ അവസ്ഥയിലാക്കിയതാണോ? അങ്ങനെ 1000 ചിന്തകൾ ആദർശിനെ വലച്ചു. അന്നുച്ചയ്ക്ക് ആദർശ് മാളവികയ്ക്കുള്ള ഭക്ഷണവുമായി മുറിയിലെത്തി. അവൾ പതിവ് പോലെ ചുമരിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ആദർശ് പതുക്കെ അവളുടെ അരികിലിരുന്നു. മാളവിക, ആനന്ദ് എവിടെയാണ്? അവൻ പതുക്കെ ചോദിച്ചു. ആ പേര് കേട്ടതും മാളവികയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൾ ആദർശിൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ ആദ്യമായി ആദർശിൻ്റെ മുഖത്തേക്ക് നേരിട്ട് നോക്കി. അവർ അവനെ കൊന്നു, അവൾ വിക്കി വിക്കി പറഞ്ഞു. ആദർശ് സ്തംഭിച്ചു പോയി. മാളവിക സംസാരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് പുറത്ത് ആരുടെയോ കാലൊച്ച കേട്ടതും അവൾ വീണ്ടും ഭ്രാന്തമായ രീതിയിൽ ചിരിക്കാനും സാധനങ്ങൾ വലിച്ചെറിയാനും തുടങ്ങി. വാതിൽക്കൽ വിശ്വനാഥൻ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നോട്ടം ആദർശിന്റെ മേൽ പതിഞ്ഞു. വാതിൽക്കൽ നിൽക്കുന്ന വിശ്വനാഥന്റെ നോട്ടം ആദർശിന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. മാളവിക സംസാരിച്ചത് അദ്ദേഹം കേട്ടോ? ആദർശ് വേഗം സംയമനം പാലിച്ചു. എന്താ ഇവിടെ ഒരു ബഹളം? വിശ്വനാഥൻ ഗൗരവത്തെ ചോദിച്ചു. അത് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്കിയപ്പോൾ പാത്രം തട്ടിത്തെറിപ്പിച്ചു സാർ, ആദർശ് കള്ളം പറഞ്ഞു. വിശ്വനാഥൻ മാളവികയെ ഒന്ന് ഉറ്റുനോക്കി. അവൾ ഭ്രാന്തമായ ചിരിയോടെ തറയിലിരുന്ന് കളിക്കുകയാണ്. അദ്ദേഹം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് ആദർശിന് ഒരു താക്കീത് നൽകി. ആദർശ്, നിന്റെ ജോലി അവളെ നോക്കലാണ്, അല്ലാതെ അവളുടെ ഭൂതകാലം ചികയിലല്ല, ഓർമ്മയിരിക്കട്ടെ. അദ്ദേഹം പോയതും ആദർശ് ദീർഘനിശ്വാസം വിട്ടു. വിശ്വനാഥൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവന് ഉറപ്പായി. അന്ന് രാത്രി ഏകദേശം 2 മണിയായി കാണും. ആദർശ് ഉറക്കത്തിനിടയിൽ പെട്ടെന്നൊരു നിലവിളി കേട്ടു. അത് മാളവികയുടെ മുറിയിൽ നിന്നായിരുന്നു.
അവൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. മാളവികയുടെ മുറിയിലെ ലൈറ്റുകൾ അണഞ്ഞിരിക്കുന്നു. അവൾ ജനാലയ്ക്കടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി നിലവിളിക്കുകയാണ്. പുറത്ത് തോട്ടത്തിൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നത് ആദർശ് കണ്ടു. ആ രൂപം കണ്ടാണ് അവൾ ഭയക്കുന്നത്. ആദർശ് ജനൽ തുറന്ന് താഴേക്ക് നോക്കിയപ്പോഴേക്കും ആ രൂപം മരങ്ങൾക്കിടയിലേക്ക് ഓടി മറഞ്ഞു. അവൻ മാളവികയെ ചേർത്ത് പിടിച്ചു. അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആദർശ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തോട്ടത്തിൽ നടക്കാൻ പോയി. മാളവിക കാണിച്ച ആ മാവിൻ ചുവട്ടിലെത്തിയപ്പോൾ അവൻ ശ്രദ്ധിച്ചു. അവിടെ മണ്ണിളക്കി കിടക്കുന്നു. ആരോ അടുത്തിടെ അവിടെ എന്തോ തിരിഞ്ഞതുപോലെ. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താ ആദർശ്, ഇവിടെ എന്തെങ്കിലും കളഞ്ഞുപോയോ? അത് സഞ്ജയ് ആയിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ മുഖത്തെ പരിഹാസിച്ചിരിക്കു പിന്നിൽ ഒരു ഭീഷണിയുണ്ടെന്ന് ആദർശിന് തോന്നി. ഇല്ല സഞ്ജയ്, ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. സൂക്ഷിക്കണം, ഈ തോട്ടത്തിൽ ചിലപ്പോൾ പാമ്പുകളുണ്ടാവും. അനാവശ്യമായി നടക്കുന്നത് അപകടമാണ്. സഞ്ജയ് ബാറ്റ് നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി അവിടെ നിന്ന് നടന്നുപോയി. സഞ്ജയ്ക്ക് എന്തോ അറിയാം, അവനാണ് ആ രാത്രിയിൽ വന്ന കറുത്ത രൂപമെന്ന് ആദർശ് സംശയിച്ചു. അന്നുച്ചയ്ക്ക് ആദർശ് മാളവികയുടെ പാവ വൃത്തിയാക്കാനെടുത്തു. അതിൻ്റെ തുണിക്കുള്ളിൽ ഒരു ചെറിയ മെമ്മറി കാർഡ് ഒളിപ്പിച്ച നിലയിൽ അവൻ കണ്ടെത്തി. മാളവിക തൻ്റെ ബോധം പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് ഒളിപ്പിച്ചു വെച്ച ഏക തെളിവായിരിക്കാം അത്. ആദർശ് തൻ്റെ ഫോണിൽ ആ കാർഡിട്ടു നോക്കി. അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പാർട്ടിക്കിടയിൽ വിശ്വനാഥനും സഞ്ജയും മറ്റൊരാളും ചേർന്ന് ആനന്ദിനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. നീ എൻ്റെ മകളെ പ്രണയിച്ചോ, എൻ്റെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കും. വിശ്വനാഥൻ അലറുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. പെട്ടെന്ന് വീഡിയോ അവസാനിച്ചു. ആദർശ് ഞെട്ടിപ്പോയി. മാളവിക ഭ്രാന്തിയല്ല, അവൾ വലിയൊരു കൊലപാതകത്തിന്റെ സാക്ഷിയാണ്. അവളെ ഈ അവസ്ഥയിലാക്കിയത് അവളുടെ സ്വന്തം അച്ഛനും സഞ്ജയും ചേർന്നാണെന്ന് ആദർശ് തിരിച്ചറിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഈ തെളിവുമായി പോലീസിൽ പോയ വിശ്വനാഥൻ തൻ്റെ കുടുംബത്തെ വെറുതെ വിടുവോ? ആദർശ് വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മെമ്മറി കാർഡിലെ വീഡിയോ കണ്ട ആദർശ് സ്തബ്ധനായി നിൽക്കുമ്പോഴാണ് മുറിയുടെ വാതിൽക്കൽ നിഴൽ കണ്ടത്. അത് വിശ്വനാഥിന്റെ വിശ്വസ്തനായ ജോലിക്കാരൻ രാജനായിരുന്നു. ആദർശ്, സാറ് നിങ്ങളെ താഴേക്ക് വിളിക്കുന്നു, എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആദർശ് വേഗം മെമ്മറി കാർഡ് തൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു. താഴെ എത്തിയപ്പോൾ വിശ്വനാഥൻ തൻ്റെ ബിസിനസ് പാർട്ണറോടൊപ്പം ഗൗരവത്തിലിരിക്കുകയായിരുന്നു. ആദർശ്, നാളെ നിന്റെ അനിയത്തിയുടെ വിവാഹമല്ലേ? ഞാൻ കുറച്ച് പണം നിന്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. നീ ഇന്ന് തന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കണം. കൂടെ എൻ്റെ മോളെ മാളവികയും കൂടെ കൊണ്ടുവയ്ക്കോ. അവൾക്ക് പുറത്തെ കാറ്റ് കൊള്ളുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ആദർശ് ഞെട്ടിപ്പോയി. വിശ്വനാഥൻ എന്തിനാണ് മാളവികയെ തൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത്? ഇതൊരു സ്നേഹപ്രകടനമാണോ, അതോ തൻ്റെ കുടുംബത്തെ മുഴുവൻ ഭീഷണിയിലാക്കാനുള്ള തന്ത്രമാണോ? ആദർശിൻ്റെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ കൂടുകൂട്ടി. മാളവികയുമായി ആദർശ് സ്വന്തം വീട്ടിലെത്തി. അവൾക്കൊരു വലിയ കാറിൽ വന്നിറങ്ങുന്നത് കണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ആദർശിൻ്റെ അമ്മയും അനിയത്തിയും മാളവികയുടെ അവസ്ഥ കണ്ട് വിഷമിച്ചു. മോനെ, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? പാവം, എപ്പോഴും പേടിച്ചാണല്ലോ ഇരിക്കുന്നത്. അമ്മ സങ്കടത്തോടെ ചോദിച്ചു. അമ്മേ, അവൾക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, ഉടനെ മാറിക്കോളും, ആദർശ് ആശ്വസിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി ആദർശിന് ഒരു അജ്ഞാത കോൾ വന്നു. നിന്റെ കയ്യിലുള്ള മെമ്മറി കാർഡ് തിരികെ നൽകിയില്ലെങ്കിൽ നാളെ നിന്റെ അനിയത്തിയുടെ കല്യാണ പന്തലിൽ രക്തം ഒഴുകും. സഞ്ജയാണ് ഇതിന് പിന്നിലെന്ന് ആദർശിന് ഉറപ്പായി. മെമ്മറി കാർഡ് അവൻ തിരയുന്നുണ്ട്. കല്യാണ വീട്ടിലെ ബഹളങ്ങൾക്കിടയിൽ മാളവിക വല്ലാതെ അസ്വസ്ഥയായി. പെട്ടെന്ന് ടി വിയിൽ നിന്ന് ഒഴുകി വന്ന ഒരു പഴയ പാട്ട് കേട്ട് അവൾ തരിച്ചു നിന്നു. അത് ആനന്ദിന് പ്രിയപ്പെട്ട പാട്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ പതുക്കെ തെളിച്ചം വന്നു തുടങ്ങി. അവൾ ആദർശിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആദർശ്, എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. അന്ന് ആ തോട്ടത്തിൽ വെച്ച് അച്ഛനും സഞ്ജയും കൂടി ആനന്ദിനെ അവനെ അടിച്ചു വീഴ്ത്തുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒച്ച വെച്ചപ്പോൾ അവർ എന്നെയും ഉപദ്രവിച്ചു. സഞ്ജയാണ് എനിക്ക് മരുന്ന് നൽകിയത്, എൻ്റെ ബോധം കെടുത്തിയത്. മാളവിക വിറച്ചുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞു. ആദർശ് അവളെ സമാധാനിപ്പിച്ചു. പക്ഷേ ആ സംഭാഷണം പുറത്തു നിന്ന് ആരോ കേൾക്കുന്നുണ്ടായിരുന്നു. ജനലിന് സമീപം സഞ്ജയിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. കല്യാണ ദിവസം രാവിലെ പന്തലിൽ അതിഥികൾ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആദർശിനെ കാണാനില്ല. സഞ്ജയ് ആദർശിനെ തന്ത്രപരമായി വീടിന് പിന്നിലെ പഴയ ഗോഡൌണിലേക്ക് വിളിച്ചു വരുത്തി. ആ കാർഡ് എവിടെയാ? സഞ്ജയ് ആദർശിന്റെ കഴുത്തിന് നേരെ കത്തി പിടിച്ചു. അത് പോലീസിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു സഞ്ജയ്. നിന്റെയും വിശ്വനാഥന്റെയും കളി അവസാനിച്ചു, ആദർശ് ധൈര്യത്തോടെ പറഞ്ഞു. പക്ഷേ സഞ്ജയ് ക്രൂരമായി ചിരിച്ചു. പോലീസോ? ഈ നാട്ടിലെ പോലീസ് അമ്മാവന്റെ പോക്കറ്റിലാ. നീ കാർഡ് തന്നില്ലെങ്കിൽ നിന്റെ അനിയത്തിയുടെ താലി അവളുടെ കഴുത്തിൽ വീഴില്ല. ആദർശ് നിസ്സഹായനായി നിന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായ മാളവിക അവിടേക്ക് കടന്നു വന്നത്. അവളുടെ കയ്യിൽ ആ പഴയ പാവയുണ്ടായിരുന്നു.
പക്ഷേ അവളുടെ മുഖത്ത് മുൻപുണ്ടായിരുന്ന പേടിയില്ലായിരുന്നു. പകരം പ്രതികാരത്തിന്റെ അഗ്നിയായിരുന്നു. ഗോഡൌണിലേക്ക് കടന്നു വന്ന മാളവികയെ കണ്ട് സഞ്ജയ് ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവളുടെ കയ്യിലിരുന്ന ആ പാവയുടെ തല അവൻ കാണെ അവൾ പിഴുതെടുത്തു. അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ വോയിസ് റെക്കോർഡർ അവൾ ഉയർത്തിക്കാട്ടി. സഞ്ജയ്, നീ തിരയുന്ന വീഡിയോ ആദർശിൻ്റെ കയ്യിലുണ്ടാകാം. പക്ഷേ നിന്റെ കുറ്റസമ്മതം ഇതിലുണ്ട്. അവളുടെ ശബ്ദത്തിൽ പഴയ വിറയലില്ലായിരുന്നു. സഞ്ജയ് പകപ്പോട് ചിരിച്ചു. നീ ഇതൊക്കെ എപ്പോൾ പഠിച്ചു മാളവിക? ആദർശ് വന്നതിന് ശേഷം നിനക്ക് ബുദ്ധി കൂടിയിട്ടുണ്ടല്ലോ. പക്ഷേ ഓർമ്മയിരിക്കട്ടെ, നിന്റെ അച്ഛൻ പുറത്തുണ്ട്. അയാൾ വിചാരിച്ചാൽ ഈ കല്യാണം മാത്രമല്ല, ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാം. മാളവിക സഞ്ജയുടെ അടുത്തേക്ക് നടന്നു. അച്ഛൻ സത്യങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ സഞ്ജയ്. നീ അച്ഛനെ പോലും ചതിക്കുകയാണെന്ന് അയാൾക്കറിയില്ലല്ലോ. ആദർശ് ആകെ കുഴപ്പത്തിലായി. മാളവിക, നീ എന്താണ് പറയുന്നത്? മാളവിക ആദർശിനെ നോക്കി. ആനന്ദിനെ അച്ഛൻ അടിച്ചു വീഴ്ത്തിയത് സത്യമാണ് ആദർശ്. പക്ഷേ അവനെ കൊന്നത് അച്ഛനല്ല. അച്ഛൻ അവിടെ നിന്ന് പോയതിനു ശേഷം ആനന്ദിന്റെ ശ്വാസം നിലപ്പിച്ചത് സഞ്ജയാണ്. അച്ഛൻ്റെ സ്വത്തിനു വേണ്ടി എന്നെ ഭ്രാന്തിയാക്കി മാറ്റിയതും സഞ്ജയ് ഒറ്റയ്ക്കാണ്. അച്ഛനെ നീ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കൊലപാതക വിവരം പുറത്തു പറയുമെന്ന് പറഞ്ഞ് സഞ്ജയിന്റെ മുഖം വിളറി. തന്റെ രഹസ്യം മാളവിക അറിഞ്ഞുവെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കത്തി ആദർശിന്റെ കഴുത്തിൽ ആഴ്ത്താൻ ശ്രമിച്ചു. പക്ഷേ ആദർശ് സമയോചിതമായി പ്രതികരിച്ചു. സഞ്ജയിന്റെ കയ്യിൽ തട്ടി കത്തി തെറിപ്പിച്ചു. കല്യാണ പന്തലിൽ മുഹൂർത്തത്തിന് സമയമായി. ആദർശിന്റെ അനിയത്തി ദേവിക മണ്ഡപത്തിലിരിക്കുകയായിരുന്നു. വിശ്വനാഥൻ ഗൗരവത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആദർശും മാളവികയും അവിടേക്ക് ഓടിയെത്തി. പിന്നാലെ പരിക്കേറ്റ സഞ്ജയിനെ സെക്യൂരിറ്റിക്കാർ പിടിച്ചുകൊണ്ടുവന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? വിശ്വനാഥൻ അലറി. ആദർശ് ആ മെമ്മറി കാർഡ് പുറത്തെടുത്തു. പന്തലിലെ വലിയ സ്ക്രീനിൽ ആദർശ് അത് പ്ലേ ചെയ്തു. ആനന്ദിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം സഞ്ജയ് വിശ്വനാഥൻ അവിടെ നിന്ന് പോയതിനു ശേഷം ആനന്ദിനെ ശ്വാസം മുടിച്ചു കൊല്ലുന്നതും വിശ്വനാഥനെ ഇതിലേക്ക് വലിച്ചഴിക്കുമെന്ന് പറയുന്ന രഹസ്യ റെക്കോർഡിങ്ങും അവിടെ മുഴങ്ങി. ബന്ധുക്കളും നാട്ടുകാരും ഞെട്ടിപ്പോയി. വിശ്വനാഥൻ തകർന്നുപോയി. താൻ സംരക്ഷിക്കാൻ ശ്രമിച്ച മരുമകൻ തന്നെയായിരുന്നു തന്റെ നാശത്തിന് പിന്നിലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പോലീസ് പന്തലിലെത്തി. സഞ്ജയിനെ കൊണ്ടുപോയി. വിശ്വനാഥൻ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. ആനന്ദിന്റെ മരണത്തിൽ തനിക്കും പങ്കുണ്ടെന്ന് സമ്മതിച്ച അദ്ദേഹം പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായി. പോകുന്നതിന് മുമ്പ് അദ്ദേഹം ആദർശിന്റെ കൈപിടിച്ചു. ആദർശ്, ഒരു കരാറിന്റെ പുറത്താണ് നീ എൻ്റെ മകളെ വിവാഹം കഴിച്ചത്. പക്ഷേ ഇന്ന് നീ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇനിയുള്ള കാലം നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ഈ വീടും ബിസിനസ്സും എല്ലാം നിന്റേതാണ്. ആദർശ് വിശ്വനാഥനെ നോക്കി. എനിക്ക് നിങ്ങളുടെ സ്വത്ത് വേണ്ട സർ. എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ, അത് മതി. മാളവിക ആദർശിന്റെ അരികിൽ വന്നു നിന്നു. അവൾ പതുക്കെ അവൻ്റെ കൈകളിൽ തൊട്ടു. എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലല്ലോ അല്ലേ? ആദർശിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വലിയ യുദ്ധം ജയിച്ച സംതൃപ്തിയായിരുന്നു അവന്. പക്ഷേ സഞ്ജയ് പോകുന്നതിന് മുമ്പ് ആദർശിന്റെ കാതിൽ മന്ത്രിച്ച ഒരു വാചകം അവനെ വീണ്ടും അസ്വസ്ഥനാക്കി. കളി തീർന്നിട്ടില്ല ആദർശ്. ആനന്ദിന്റെ മൃതശരീരം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. വിശ്വനാഥൻ പോലീസിന് കീഴടങ്ങിയതോടെ ആ വലിയ ബംഗ്ലാവിൽ ഒരു ഭീകരമായ നിശബ്ദത പടർന്നു. ആദർശിന്റെ അനിയത്തിയുടെ വിവാഹം ലളിതമായി നടന്നു. മാളവിക സാവധാനം പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആദർശിന്റെ ഉള്ളിൽ സഞ്ജയ് പറഞ്ഞ ആ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആനന്ദിന്റെ ശരീരം ആനന്ദിനെ കൊന്നു എന്ന് സഞ്ജയ് സമ്മതിച്ചെങ്കിലും മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തതെന്ന് അവൻ വെളിപ്പെടുത്തിയില്ല. അത് മാളവിക അറിഞ്ഞാൽ വീണ്ടും തകർന്നു പോകുമെന്ന് ആദർശ് ഭയന്നു. ഒരു രാത്രി ആദർശിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നൊരു സന്ദേശം വന്നു. അതിൽ ഒരു ലൊക്കേഷൻ മാപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നഗരത്തിന് പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഫാക്ടറിയുടെ ലൊക്കേഷൻ ആയിരുന്നു അത്. ആരായിരിക്കും ഇത് അയച്ചത്? ആദർശ് ചിന്തിച്ചു. സഞ്ജയ് ജയിലിലാണ്. വിശ്വനാഥനും കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇതിനു പിന്നിൽ മറ്റാരും ഉണ്ട്. മാളവിക ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആദർശ് ആ വിലാസം തേടി ഇറങ്ങി. ഫാക്ടറിക്കുള്ളിലെത്തിയപ്പോൾ അവൻ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവിടെ ഒരു വീൽ ചെയറിൽ ഒരാൾ ഇരിക്കുന്നു. ഇരുട്ടായതുകൊണ്ട് മുഖം വ്യക്തമല്ല. ആദർശ് പതുക്കെ അടുത്തേക്ക് നടന്നു. ആരാണ് നിങ്ങൾ? ആ രൂപം പതുക്കെ തിരിഞ്ഞു. വെളിച്ച മുഖത്ത് പതിഞ്ഞപ്പോൾ ആദർശ് സ്തബ്ധനായി. അത് ആ പഴയ ഫോട്ടോയിലെ ആനന്ദായിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്തിൻ്റെ ഒരു വശം പൊള്ളലേറ്റ് വികൃതമായിരിക്കുന്നു. കാലുകൾ തളർന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥ. നീ ആനന്ദല്ലേ? ആദർശ് ചോദിച്ചു. അതെ സഞ്ജയ്. എന്നെ കൊല്ലാൻ നോക്കി. ആ മരച്ചുവട്ടിൽ കുഴിച്ചിടാൻ ശ്രമിക്കുമ്പോൾ വിശ്വനാഥൻ തൻ്റെ പഴയ ഡ്രൈവർ രാജനാണ് എന്നെ രക്ഷിച്ചത്. സഞ്ജയിനെ പേടിച്ച് അദ്ദേഹം എന്നെ ഇവിടെ ഒളിപ്പിച്ചു. ആനന്ദിന്റെ ശബ്ദത്തിൽ വേദന നിറഞ്ഞു നിന്നു. ആനന്ദിനെ മാളവികയുടെ മുന്നിൽ എത്തിച്ചാൽ എന്ത് സംഭവിക്കും? അവൾ ആരെ സ്വീകരിക്കും? ആദർശിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു.
താൻ മാളവികയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അവളുടെ യഥാർത്ഥ പ്രണയം ആനന്ദാണ്. മാളവികയ്ക്ക് നിന്നെ കാണണം ആനന്ദ്. അവൾ നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലം കാത്തിരുന്നത്. ആദർശ് തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി പറഞ്ഞു. ആദർശ് ആനന്ദിനെ തൻ്റെ കാറിൽ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നു. വാതിൽ തുറന്ന് മാളവിക പുറത്തേക്ക് വന്നപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ആനന്ദിനെ കണ്ട് അവൾ നിലവിളിച്ചുകൊണ്ട് തറയിലിരുന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആനന്ദ്! അവൾ വിറയലോടെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദൂരെ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ ആദർശിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തൻ്റെ കടമ അവസാനിച്ചെന്നും ഈ നിഴൽക്കൂട്ടത്തിൽ നിന്ന് തനിക്ക് പോകാനുള്ള സമയമായെന്നും അവൻ സ്വയം പറഞ്ഞു. മാളവികയുടെ സന്തോഷം കണ്ടപ്പോൾ ആദർശിൻ്റെ ഉള്ളിൽ ഒരേ സമയം ആശ്വാസവും വേദനയും തോന്നി. അവൾ ആനന്ദിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി അവൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. മാളവിക, ഇനി നിനക്ക് ആനന്ദ് കൂട്ടുണ്ട്. എനിക്ക് പോകാൻ സമയമായി, ആദർശ് പതുക്കെ പറഞ്ഞു. മാളവിക പെട്ടെന്ന് തലയുയർത്തി ആദർശിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷം പരിഭ്രമം നിഴലിച്ചു. അവൾ ആനന്ദിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും താൻ ഇരുട്ടിൽ തപ്പിത്തടങ്ങിയപ്പോൾ കൈപിടിച്ചുയർത്തിയത് ആദർശാണെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ ആദർശ് അവളുടെ മറുപടിക്ക് കാത്തു നിന്നില്ല. അവൻ തൻ്റെ ചെറിയ ബാഗുമായി ആ പടിയിറങ്ങി. ആദർശ് പോയി കഴിഞ്ഞപ്പോൾ ബംഗ്ലാവിനുള്ളിലെ അന്തരീക്ഷം മാറി തുടങ്ങി. ആനന്ദിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് രാജൻ തോന്നി തുടങ്ങി. പഴയ ആ നിഷ്കളങ്കനായ ആനന്ദല്ല ഇപ്പോൾ അവിടെയുള്ളത്. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു പകയുണ്ടായിരുന്നു. ഒരു രാത്രി മാളവിക ആനന്ദിന് മരുന്ന് കൊടുക്കാൻ എത്തിയപ്പോൾ അവന് ക്രൂരമായി ചിരിച്ചു. മാളവിക, നീ വിചാരിച്ചോ ഞാൻ നിന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് തിരികെ വന്നതെന്ന്? അല്ല, നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിന് എനിക്ക് പകരം വീട്ടണം. ഈ സ്വത്തെല്ലാം ഇനി എനിക്കുള്ളതാണ്. സഞ്ജയ് എന്നെ കൊല്ലാൻ നോക്കിയെങ്കിൽ ഞാൻ അവനെ ജയിലിൽ വെച്ച് തന്നെ തീർക്കും. മാളവിക സ്തബ്ധയായിപ്പോയി. താൻ സ്നേഹിച്ച ആനന്ദ് ഒരു പകയുള്ള മനുഷ്യനായി മാറിയിരിക്കുന്നു. ആദർശ് തൻ്റെ പഴയ ചെറിയ വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ അവൻ്റെ മനസ്സ് ഇപ്പോഴും ആ ബംഗ്ലാവിലായിരുന്നു. മാളവിക സുരക്ഷിതയാണോ എന്ന ചിന്ത അവനെ അലട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം രാജൻ ആദർശിനെ കാണാൻ ഓടിയെത്തി. ആദർശ് സാറേ, ഉടനെ പറഞ്ഞു, മാളവിക അപകടത്തിലാണ്. ആനന്ദ് പഴയ ആനന്ദല്ല. അവൻ സഞ്ജയിനേക്കാൾ അപകടകാരിയാണ്. വിശ്വനാഥൻ സാറിൻ്റെ സകല സ്വത്തുക്കളും അവൻ തൻ്റെ പേരിൽ എഴുതി വാങ്ങാൻ ശ്രമിക്കുകയാണ്. മാളവികയെ അവനൊരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആദർശിൻ്റെ രക്തം തിളച്ചു. താൻ ആർക്ക് വേണ്ടിയാണോ വഴിമാറിക്കൊടുത്തത് അയാൾ തന്നെ അവളെ ചതിക്കുന്നു. ആദർശ് വീണ്ടും ആ ബംഗ്ലാവിലെത്തി. ഇത്തവണ അവൻ ഒരു കരാറിൻ്റെ പുറത്തല്ല വന്നത്, തൻ്റെ പ്രണയത്തിന് വേണ്ടിയാണ്. ഗേറ്റിൽ ആനന്ദ് ഏർപ്പെടുത്തിയ ഗുണ്ടകൾ അവനെ തടയാൻ ശ്രമിച്ചു. മാളവികയെ എനിക്ക് കാണണം, ആദർശ് അലറി. ആനന്ദ് തൻ്റെ വീൽ ചെയറിൽ ഉമ്മറത്തേക്ക് വന്നു. അവൻ്റെ മുഖത്തെ വികൃതമായ വശം ഇരുട്ടിൽ ഭയാനകമായി തോന്നി. ഓ, ത്യാഗരാജൻ തിരിച്ചു വന്നു. ആദർശ്, നീ വൈകിപ്പോയി. മാളവിക ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. നീ പടി കടന്നാൽ നിന്റെ അനിയത്തിയുടെ ജീവിതം ഞാൻ നശിപ്പിക്കും. എനിക്ക് സഞ്ജയിൻ്റെ ആളുകളുടെ സഹായം ജയിലിലുണ്ട്. സിദ്ധാർത്ഥും സഞ്ജയും പഴയ ശത്രുത മാറി അവർ ഇപ്പോൾ കൈകോർത്തിരിക്കുന്നു എന്ന സത്യം ആദർശ് ഞെട്ടലോടെ മനസ്സിലാക്കി. അവർ രണ്ടുപേരും ചേർന്ന് വിശ്വനാഥൻ്റെ സ്വത്ത് പങ്കിടാനുള്ള ഗൂഢാലോചനയിലാണ്. ആനന്ദിന്റെ ഭീഷണിക്ക് മുന്നിൽ ആദർശ് ഒരു നിമിഷം തളർന്നു. തൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് പന്താടാൻ അവൻ അനുവദിക്കില്ല. പക്ഷേ മാളവികയെ ഈ നരകത്തിൽ ഉപേക്ഷിച്ചു പോകാനും അവന് കഴിഞ്ഞില്ല. ആദർശ് തന്ത്രപരമായി അവിടെ നിന്ന് പിൻവാങ്ങി. പക്ഷേ അവൻ വീട്ടിലേക്കല്ല പോയത്. അവൻ നേരെ പോയത് സെൻട്രൽ ജയിലിലേക്കാണ്, വിശ്വനാഥനെ കാണാൻ. സർ, നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. ജയിലിൻ്റെ അഴികൾക്കിപ്പുറം നിന്ന് ആദർശ് പറഞ്ഞു. നിങ്ങൾ കൊന്നു എന്ന് കരുതിയ ആനന്ദ് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അവൻ നിങ്ങളുടെ മകളെ സ്നേഹിക്കാനല്ല, പകരം നിങ്ങളുടെ സാമ്രാജ്യം നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അവൻ സഞ്ജയുമായി കൈകോർത്തു കഴിഞ്ഞു. വിശ്വനാഥന്റെ മുഖം വിളറി. തൻ്റെ മകളെ താൻ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന തിരിച്ചറിവ് അയാളെ തകർത്തു. ആദർശ്, എന്നോട് ക്ഷമിക്ക്. അവനെ തടയാൻ നിനക്കേ കഴിയൂ. എങ്ങനെയെങ്കിലും വീട്ടിൽ കയറണം. രാജൻ്റെ പക്കൽ ബംഗ്ലാവിൻ്റെ ഒരു സ്പെയർ കീ ഉണ്ട്. അവനോട് സഹായം ചോദിക്ക്, അവൻ നന്ദിയുള്ളവനാ. രാജൻ്റെ സഹായത്തോടെ ആദർശ് കീ സ്വന്തമാക്കി. അന്ന് രാത്രി പുറത്ത് കനത്ത മഴ പെയ്യുകയാണ്. ആദർശ് ബംഗ്ലാവിന് പിന്നിലെ കുറ്റിക്കാടുകൾക്കിടയിലുള്ള രഹസ്യവാതിൽ കണ്ടെത്തി. ഇടുങ്ങിയതും ഇരുട്ടു നിറഞ്ഞതുമായ ആ വഴിയിലൂടെ അവൻ ഇഴഞ്ഞു നീങ്ങി. മുകളിൽ സിദ്ധാർത്ഥിൻ്റെ ഗുണ്ടകൾ കാവൽ നിൽക്കുന്നുണ്ട്. അവസാനം അവൻ മാളവികയുടെ മുറിയുടെ തറയിലുള്ള മരപ്പലകൾക്ക് താഴെ എത്തി. മുകളിൽ നിന്ന് സിദ്ധാർത്ഥിൻ്റെ പരുക്കൻ ശബ്ദം കേൾക്കാം. ഒപ്പിടും മാളവിക, ഈ സ്വത്തെല്ലാം എനിക്ക് വേണം, അല്ലെങ്കിൽ നിന്റെ ആദർശിന് സൂര്യപ്രകാശം കാണില്ല. മാളവിക തറയിലിരുന്ന് വിറയ്ക്കുകയായിരുന്നു. പക്ഷേ ആനന്ദ് പേപ്പർ അവളുടെ മുന്നിലേക്ക് എറിഞ്ഞപ്പോൾ അവൾ ആ പേപ്പർ വലിച്ചു കീറി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. നീ ഞാൻ സ്നേഹിച്ച ആനന്ദല്ല, നീ ഒരു പിശാചാണ്. നിനക്ക് വേണ്ടി ഭ്രാന്തിയായി ജീവിച്ച എന്നെ നീ ചതിച്ചു. പക്ഷെ ഒന്ന് ഓർമ്മിച്ചോ, ആദർശ് വരും. അവൻ്റെ ജീവൻ കളഞ്ഞും എന്നെ പലതവണ രക്ഷിച്ചിട്ടുണ്ട്. ആനന്ദ് ദേഷ്യത്തോടെ വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു.
അവൻ്റെ കാലുകൾക്ക് അത്രയും തളർച്ചയില്ലായിരുന്നു. അതൊരു അഭിനയമായിരുന്നു എന്ന് ആദർശ് അപ്പോഴാണ് മനസ്സിലാക്കിയത്. അവൻ മാളവികയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചതും തറയിലെ പലകകൾ തകർത്ത് ആദർശ് മുകളിലേക്ക് ഉയർന്നു വന്നു. ആദർശിന്റെ പെട്ടെന്നുള്ള വരവ് ആനന്ദിനെ ഞെട്ടിച്ചു. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പിസ്റ്റൺ പുറത്തെടുത്തു. നീ മരിക്കാൻ ആഗ്രഹിക്കുന്നുവല്ലേ ആദർശ്? മരണം എനിക്ക് പേടിയില്ല ആനന്ദ്. പക്ഷേ മാളവികയുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാൻ കഴിയില്ല. ആദർശ് ആനന്ദിന്റെ മേൽ ചാടി വീണു. തോക്ക് തറയിൽ തെറിച്ചു വീണു. രണ്ടുപേരും തമ്മിൽ കടുത്ത പോരാട്ടം തന്നെ നടന്നു. ആനന്ദ് കരുത്തനായിരുന്നെങ്കിലും ആദർശിന്റെ ഉള്ളിലെ സ്നേഹം അവന് അമാനുഷികമായ ശക്തി നൽകി. താഴെ ഗുണ്ടകൾ ബഹളം കെട്ട് വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. മാളവിക തോക്ക് കയ്യിലെടുത്തു. അവൾ അത് ആനന്ദിന് നേരെ ചൂണ്ടി. നിർത്തൂ, അവൾ അലറി. ആനന്ദ്, നിന്നെ സ്നേഹിച്ച കൈകൾ കൊണ്ട് നിന്നെ കൊല്ലാൻ എന്നെ പ്രേരിപ്പിക്കരുത്. ആനന്ദ്, നിന്നെ കൊന്നാ എനിക്ക് ശിക്ഷ കിട്ടില്ലെന്ന് ഓർത്തോ? ഞാൻ ഭ്രാന്തിയായി ജീവിച്ചവളാ. നമുക്കിവിടെ നിന്ന് പോകണം ആദർശ്, എത്രയും പെട്ടെന്ന്. അവൾ ആദർശിന്റെ കാതിൽ മന്ത്രിച്ചു. കയ്യിലുള്ള തോക്കിൻ മുനയിൽ ആനന്ദിനെ പേടിപ്പിച്ചു നിർത്തി. ബംഗ്ലാവിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട ആദർശും മാളവികയും ആദർശിന്റെ പഴയ വീട്ടിൽ അഭയം തേടി. എന്നാൽ ആനന്ദ് തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആദർശിനെ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനായി ചിത്രീകരിച്ചു. എന്നാൽ വിശ്വനാഥന്റെ ഇടപെടലിൽ മാളവികയുടെ സഹായത്തോടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ജയിലിൽ വെച്ച് സഞ്ജയ് കൊല്ലപ്പെട്ടു. ആനന്ദ് തന്റെ വഴിയിലെ തടസ്സങ്ങൾ ഓരോന്നായി നീക്കുകയായിരുന്നു. വിശ്വനാഥൻ നൽകിയ രഹസ്യരേഖകൾ ഉപയോഗിച്ച് ആദർശ് ആനന്ദിന്റെ ബിസിനസ് തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നു. ആനന്ദ് യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളി സംഘത്തിന്റെ തലവനായിരുന്നുവെന്നും വിശ്വനാഥന്റെ സ്വത്ത് കൈക്കലാക്കാൻ വർഷങ്ങൾക്ക് മുമ്പേ അയാൾ മാളവികയെ പ്രണയിച്ചതാണെന്നും തെളിവുകൾ സഹിതം ആദർശ് പോലീസിനെ അറിയിച്ചു. ആനന്ദ് അവസാന അടവെന്ന നിലയിൽ ആദർശിന്റെ അമ്മയെയും അനിയത്തെയും തട്ടുകൊണ്ടുപോയി. ആ പഴയ തോട്ടിലെ മാവിൻ ചൂട്ടിലേക്ക് ആദർശിനെ അയാൾ വിളിച്ചു വരുത്തി. നീ തുടങ്ങിയിടത്ത് തന്നെ ഇത് അവസാനിക്കണം ആദർശ്. ആനന്ദ് തന്റെ തോക്ക് ആദർശിന്റെ നെറ്റിയിൽ ചേർത്ത് പിടിച്ചു. എന്നാൽ ഇത്തവണ ആദർശ് ഒറ്റയ്ക്കായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യവതിയായ മാളവിക പോലീസുമായി അവിടെ എത്തിയിരുന്നു. മാളവികയെ കണ്ടതും ആനന്ദിന്റെ ശ്രദ്ധ തെറ്റി. ആ നിമിഷം ആദർശ് അയാളെ കീഴ്പ്പെടുത്തി. ആനന്ദ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിശ്വനാഥൻ തന്റെ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ച ശേഷം ജയിലിൽ നിന്ന് പുറത്തു വന്നു. അദ്ദേഹം പഴയ ക്രൂരനായ ബിസിനസ്സുകാരനായിരുന്നില്ല. തന്റെ മകളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പിതാവായി അദ്ദേഹം മാറി. ആദർശ്, നീ ഈ കുടുംബത്തിന് ചെയ്തത് ഒരു കരാറിനും പകരമാവില്ല. നീ എൻ്റെ മകനാണ്, വിശ്വനാഥൻ വിതുമ്പലോട് പറഞ്ഞു. ബംഗ്ലാവിലെ ഇരുണ്ട മുറിയിൽ നിന്ന് അവർ പടിയിറങ്ങി. ആദർശ് തന്റെ പഴയ ജോലിയിലേക്ക് മടങ്ങി. മാളവിക തന്റെ ചികിത്സകൾ പൂർത്തിയാക്കി ഒരു സാധാരണ പെൺകുട്ടിയായി മാറി. പണത്തിന് മീതെ മനുഷ്യത്വമുണ്ടെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മാളവിക തന്റെ പഴയ പാവയെ ആ തോട്ടത്തിൽ തന്നെ കുഴിച്ചിട്ടു. അത് അവളുടെ നശിച്ച കാലത്തിന്റെ അവസാനമായിരുന്നു. ഒരു വർഷത്തിന് ശേഷം ബംഗ്ലാവിന്റെ ഉമ്മറത്ത് ആദർശും മാളവികയും ഇരിക്കുകയാണ്. ഇന്ന് അവരുടെ 1ാം വിവാഹ വാർഷികമാണ്. ഇത് പഴയതുപോലെ ഒരു ഉടമ്പടിയുടെ പുറത്തുള്ള വിവാഹമല്ല, മറിച്ച് 2 ആത്മാക്കളുടെ ഒന്നിക്കലാണ്. നമ്മുടെ കഥ ഒരു സിനിമ പോലെ തോന്നുമല്ലേ ആദർശ്? മാളവിക അവന്റെ തോളിൽ തലചായ്ച്ചു ചോദിച്ചു. ആദർശ് അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. സിനിമയിലെല്ലാം ശുഭമായി അവസാനിക്കും മാളവിക. പക്ഷേ നമ്മുടെ സിനിമ ഇവിടെ അവസാനിച്ചിട്ടില്ല. നമ്മൾ ജീവിതം തുടങ്ങുന്നതേയുള്ളൂ. അവർ ദൂരത്തേക്ക് നോക്കി. അവിടെ അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ ഭയത്തിന്റെ നിഴലുകൾ അകന്നു പോയിരിക്കുന്നു. സ്നേഹത്തിന്റെ പുലരി അവരെ വരവേറ്റു. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.